ഒരുമിച്ച് വില കൂട്ടുക അല്ലാതെ, അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മുടെ പത്രങ്ങളിൽ വില കൂട്ടുന്നതല്ല ഒരുമിച്ചാണ്, ഒരുമിച്ച് വില കൂട്ടുന്നതല്ലാതെ ഇങ്ങനെ ഒരു കൊളാബറേഷനോ ഇന്നൊരു കോപ്പറേഷനോ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. പണ്ട് നടത്തിയിട്ടുണ്ട്, ഹിന്ദുവും ഇന്ത്യൻ സോഷ്യലിസ്റ്റും കൂടെ ബോഫ സമയത്ത് ഇങ്ങനെ ഒരു കൊളാബറേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നീടൊരു കൊളാബറേഷൻ, അത് ഒരു ആഴ്ച മുമ്പ് 4 ദിവസം മുമ്പ് ന്യൂസ് ലോണ്ട്രി, ന്യൂസ് മിനിറ്റ് ഒരു മലയാളി ആണ് അതിൻ്റെ എഡിറ്റർ, ധന്യ രാജേന്ദ്രൻ, ന്യൂസ് മിനിറ്റും ന്യൂസ് ലോണ്ട്രിയും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് അതിമനോഹരമായ ജേർണലിസ്റ്റിന് എനിക്ക് ഈ വർഷത്തെ ഏറ്റവും നല്ല ഇന്ത്യൻ ജേർണലിസ്റ്റിൻ്റെ ഇതായിട്ട് അവർ കൊളാബറേറ്റ് ചെയ്ത് അവർ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വിച്ച് വാസ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ. ഇതും നമ്മുടെ മറ്റ് മാധ്യമ വലിയ എന്താ നമ്മൾ ലെഗസി മീഡിയ കൂറ്റൻ അവർ ചെയ്യേണ്ട സ്റ്റോറിയാണ്. അത് ഈ ചെറിയ 2 വെബ്സൈറ്റിൽ ചേർന്നിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഏകദേശം 30ഓളം കമ്പനികൾ BJPക്ക് ഡൊണേഷൻ ചെയ്തിരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവരുടെ ED റെയ്ഡ് നടന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോറി കോൺഗ്രസ് പ്രസ് കോൺഫറൻസ് നടത്തും വരെ ഒരൊറ്റ പത്രങ്ങൾ പിക്കപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ഇങ്ങനെയുള്ള സ്റ്റോറി ഒരു ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ അതിന് എത്രമാത്രം അതിനെക്കുറിച്ച് ഒരു 6, 7, 8 സ്റ്റോറീസ് നമുക്ക് ഒരു എഡിറ്റർ എന്ന നിലയിലോ ഒരു ചീഫ് റിപ്പോർട്ടർ എന്ന ഒരു ബ്യൂറോ ചീഫ് എന്ന നിലയിൽ അത് ചെയ്യാത്തവർക്ക് അങ്ങനെ ഇരിക്കാൻ അർഹതയില്ല. ഒരു എഡിറ്റർ എന്ന് പറയാനുള്ള അർഹതയില്ല, ഒരു ബ്യൂറോ ചീഫ് എന്ന് പറയാൻ അർഹതയില്ല, ഒരു റിപ്പോർട്ടർ എന്ന് പറയാൻ അർഹതയില്ല. പക്ഷേ നമ്മളിവിടെ അത് ചെയ്യുന്നില്ല. ഇത് ഭയമല്ല, ഇത് അവഗണനയാണ് മനഃപൂർവ്വം. കാര്യം ഇത് അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള ഒരു ഇതുണ്ട്. ഇതിൻ്റെ ഭയക്കേണ്ട കാര്യം ഇറ്റ്സ് ഓൾറെഡി ദെയർ ഇൻ ദി പബ്ലിക് ഡൊമൈൻ. ദിസ് ഡേറ്റ ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റയാണ്. അത് ഇന്ന ദിവസം ഇത്രയും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ പ്രസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2-3 ദിവസം മുമ്പ് ഇവിടെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലർ ഇതുവരെ ഡൊണേറ്റ് ചെയ്യാത്തവർ പെട്ടെന്ന് റെയ്ഡ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും BJPക്ക് ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നും പറയേണ്ട, നമ്മൾ വെറുതെ നമ്മുടെ അമിത്ഷാ പറയും പോലെ ക്രോണോളജി സമജിയെ എന്ന് പറഞ്ഞ പോലെ വെറും ഡേറ്റ് മാത്രം ഇട്ടാൽ മതി. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വാചകം പോലും പറയണ്ട. ഇന്ന ദിവസം റെയ്ഡ്, ഇന്ന ദിവസം ഇത്ര പൈസ, ഇന്ന ദിവസം റെയ്ഡ്, ഇന്ന ദിവസം ഡൊണേഷൻ എന്ന് മാത്രം കൊടുത്താൽ മതി. ഇതിനകത്ത് യാതൊരു റിസ്ക്കും ഇല്ല. ഒരു കോടതിയും നമ്മളിതിനെ ശിക്ഷിക്കൂല. പക്ഷെ നമ്മൾ ചെയ്യില്ല. ഇത് ആരുടെ ഏത് ഭരണകൂടത്തെ ഭയപ്പെട്ടിട്ടല്ല. ദിസ് ഇസ് കൊളാബറേഷൻ.